ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് UGC നെറ്റ് സിലബസിനകത്ത് വരുന്ന 4ാമത്തെ മൊഡ്യൂളാണ്. ഫിസിക്കൽ ജോഗ്രഫിയുടെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പം ഫിസിക്കൽ ജോഗ്രഫിയുടെ മറ്റ് മൊഡ്യൂളുകളെ പോലെ തന്നെ നമുക്ക് കാണാതെ പഠിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ന്യൂസുകൾ നമ്മൾ നിരന്തരമായിട്ട് വായിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ഉണ്ടാകുന്ന ജനറൽ അവയർനെസ് ആൻഡ് നോളേജിൻ്റെ ഭാഗമായിട്ട് എക്സാം എഴുതാൻ പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ജോഗ്രഫി ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. കാരണം പേപ്പർ 1ലും ഈ പീപ്പിൾ ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് രണ്ടും പരസ്പരം കണക്ട് ചെയ്ത് വേണം, രണ്ട് സിലബസുകളെയും രണ്ട് മൊഡ്യൂളിൻ്റെയും സിലബസുകളെ കണക്ട് ചെയ്ത് വേണം നമുക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ജോഗ്രഫി ഓഫ് എൻവയോൺമെൻറ്റ് നമ്മൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 2009 മുതൽ 25 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസിൻ്റെ ബേസിൽ ഏറ്റവും കൂടുതലായി കണ്ടുവന്ന മേഖലകളെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു ക്രാഷ് കോഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ടോപ്പിക്കുകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകാനുള്ളൊരു സമയമോ സാഹചര്യമോ ഇല്ലാത്തത് കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ് എക്കോളജി എന്ന് പറയുന്നതാണ്. എക്കോളജി എന്ന് പറയുന്ന ടേം 1866 ജർമ്മൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഏണസ്റ്റ് ഹെയ്ക്കലാണ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ എന്താണ് എക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്കോളജി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജിയാണ്. ഓക്കെ, ഓരോ ഓർഗാനിസംസും മറ്റുള്ള ഓർഗാനിസംസുമായിട്ട് എങ്ങനെയാണ് ഇടപെടുന്നത് അല്ലെങ്കിൽ ഇൻ്ററാക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് അതിൻ്റെ ഫിസിക്കൽ സറൗണ്ടിങ്സുമായിട്ട് ഇടപഴകുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് എക്കോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് ബയോളജി ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എക്കോളജിക്കൽ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ എൻ്റയർ ആയിട്ടുള്ള വേൾഡിൻ്റെ ഓർഗാനിസംസിനെയും അല്ലെങ്കിൽ എൻ്റയർ ആയിട്ടുള്ള വേൾഡിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ലെവൽസ് ഓഫ് എക്കോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്കോളജിക്കൽ ഹയറാർക്കി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും 6 ലെവൽസ് ഓഫ് എക്കോളജിക്കൽ ഓർഗനൈസേഷൻ ആണുള്ളത്, അല്ലെങ്കിൽ എക്കോളജിക്കൽ ഓർഗനൈസേഷൻ ആണുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഇൻഡിവിജ്വൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ ആണ് ഇതിൻ്റെ ആദ്യത്തെ തുടക്കം. ഇൻഡിവിജ്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ കഴിയുന്ന, ഫങ്ഷൻ ചെയ്യാൻ കഴിയുന്ന ഒന്നിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈ നമ്മുടെ ബോഡി ഈ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസിനാൽ മേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. സോ അതാണ് നമ്മൾ ഇൻഡിവിജ്വൽ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പം കുറേ ഇൻഡിവിജ്വൽസ് ചേരുന്ന സമയത്ത് ഒരു പോപ്പുലേഷൻ്റെ കാറ്റഗറി ആയിട്ട് മാറുന്നു. ഓക്കെ, ഒരു പോപ്പുലേഷൻ്റെ കാറ്റഗറി ആയിട്ട് മാറുന്നു. ഇതൊരു സെയിം സ്പീഷീസിൻ്റെ വിഭാഗത്തിൽ പെടുന്നത് കൂടിയായിരിക്കും. ഓക്കെ, ദെൻ കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോപ്പുലേഷൻ ഉള്ളതായ ഒരു സ്പേസിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അവിടെ സെവറൽ സ്പീഷീസ് ഉണ്ടാവും, നമ്പർ ഓഫ് സ്പീഷീസ് ഉണ്ടാവും, അതിൻ്റെ സൈസിൽ, ഷേപ്പിൽ, അങ്ങനെ വളരെ വൈഡ് വെറൈറ്റി ഓഫ് സ്പീഷീസിൻ്റെ ഒരു സ്പേസിനെ നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ എക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നു. ദെൻ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിയ ടേമാണ് ബയോസ്ഫിയർ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ബയോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും ലിതോസ്ഫിയറും ഒക്കെ കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്നതായ ഒരു മേഖലയാണ്, ഒരു ടെറസ്ട്രിയൽ പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടെറസ്ട്രിയൽ ഏരിയനെയാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് സോൺ ഓഫ് എർത്ത് ആണ്. ബയോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു സോൺ ഓഫ് എർത്ത് ആണ്. ഇവിടെ അറ്റ്മോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും ലിതോസ്ഫിയറും പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബയോം എന്നുള്ളൊരു ടേമും കൂടി ഉണ്ട്. അത് വരും സ്ലൈഡുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പിന്നീട് ചോദിച്ച് കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എക്കോട്ടോൺ ആൻഡ് എക്കോളജിക്കൽ നിഷെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്കോ സിസ്റ്റത്തിനകത്ത് ഓരോ ഇൻഡിവിജ്വലിനും ഉള്ളതായ ഡ്യൂട്ടീസിനെയാണ് എക്കോളജിക്കൽ നിഷെ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു ഫങ്ഷണൽ റോള് ഒരു എക്കോസിസ്റ്റത്തിനകത്ത് ഓരോ സ്പീഷീസിനുമുള്ള, അല്ലെങ്കിൽ ഒരു ഹാബിറ്റേറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിനകത്ത് ഓരോ സ്പീഷീസിനുമുള്ള
അവരുടെ പൊസിഷൻ അല്ലെങ്കിൽ ഫങ്ഷണൽ റോളിനെയാണ് നമ്മൾ എക്കോളജിക്കൽ നിഷ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, എക്കോ ടോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ ആയിട്ടുള്ള വളരെ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് തമ്മിലുള്ള ഒരു ട്രാൻസിഷൻ സോണിനെയാണ് നമ്മൾ എക്കോട്ടോൺ എന്ന് വിളിക്കുന്നത്. അപ്പം ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എക്കോളജിക്കൽ നിഷ ആൻഡ് എക്കോട്ടോൺ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എക്കോളജിക്കൽ നിഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാബിറ്റേറ്റിനകത്തോ അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിനകത്തോ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പീഷീസിൻ്റെ ഫങ്ഷൻ ആൻഡ് റോളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എക്കോളജിക്കൽ നിഷ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്കോട്ടോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ ഉള്ള ഡൈവേഴ്സ് എക്കോസിസ്റ്റത്തിനകത്തുള്ള ട്രാൻസിഷൻ സോണാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ സോൺ ഓഫ് ട്രാൻസിഷൻ ബിറ്റ്വീൻ ഡൈവേഴ്സ് എക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എക്കോട്ടോൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എക്കോസിസ്റ്റം. എന്താണ് എക്കോസിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയക്കകത്തുള്ള ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കോമ്പണൻസിൻ്റെ ഒരു കോംപ്ലക്സ് സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എക്കോസിസ്റ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ എക്കോസിസ്റ്റം എന്നുള്ളൊരു ടേം കോയിൻ ചെയ്യുന്നത് ആർതർ ടാൻസ്ലി എന്ന് പറയുന്ന ഒരു എക്കോളജിസ്റ്റ് ആണ്. 1935 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ്. എക്കോസിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ കോംപ്ലക്സ് സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ദ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കോമ്പണൻസ്. അപ്പോൾ എന്താണ് ബയോട്ടിക് കോമ്പണൻസ്, എന്താണ് അബയോട്ടിക് കോമ്പണൻസ്, അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ബയോട്ടിക് കോമ്പണൻസ് എന്ന് പറയുമ്പം എന്താണ്, ഈ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ഡീകമ്പോസേഴ്സിനെയും ഒക്കെയാണ് നമ്മൾ, അതായത് ലിവിങ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റും അറ്റ്മോസ്ഫിയറും ടെമ്പറേച്ചർ, വാട്ടർ പോലുള്ള ഫീച്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അബയോട്ടിക് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ബയോട്ടിക് ഫാക്ടേഴ്സിനകത്ത് വരുന്നതാണ് പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ഡീകമ്പോസേഴ്സും. ഇത് എക്കോസിസ്റ്റത്തിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ഡീകമ്പോസേഴ്സും. ഓക്കെ, അപ്പം പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവർക്ക് വേണ്ടതായ ഭക്ഷണം സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന, അതായത് സണ്ണിൽ നിന്നുള്ള എനർജിയെ ഫുഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിനാണ് എന്ത് ചെയ്യാൻ കഴിയുക, സ്വന്തമായിട്ട് ഫുഡ് മേക്ക് ചെയ്യാൻ കഴിയുക. ബാക്കി എല്ലാ ജീവജാലങ്ങളും ഈ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കൺസ്യൂമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മറ്റ് ഓർഗാനിസംസിനെ ഭക്ഷിക്കുന്ന ആളുകളെ നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഈ ഓർഗാനിസംസ് മരിച്ചു കഴിഞ്ഞാൽ, ഡെഡ് കഴിഞ്ഞാൽ അതിനെ മണ്ണിനോട് കൂടി ചേർക്കുന്നതായ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതായിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഡീകമ്പോസേഴ്സ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബയോട്ടിക് കോമ്പണൻസ് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്ന മൂന്നായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഇനി ഇതിനെ വീണ്ടും നമ്മൾ ഇതിൽ കൺസ്യൂമേഴ്സിനെ പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആൻഡ് ടെർഷ്യറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് പ്രൈമറി കൺസ്യൂമേഴ്സ്? പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെ ഡയറക്റ്റായിട്ട് ഭക്ഷിക്കുന്ന ആളുകളെയാണ്, അല്ലെങ്കിൽ എന്താണ്, ജീവജാലങ്ങളെയാണ് നമ്മൾ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഓർഗാനിസംസ് ദാറ്റ് ഫീഡ് ഓൺ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിനെ ഭക്ഷിക്കുന്ന, ഇലയും മറ്റ് സാധനങ്ങളും കഴിക്കുന്നതായിട്ടുള്ള ജീവജാലങ്ങളെയാണ് നമ്മൾ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രൈമറി കൺസ്യൂമേഴ്സ് ഇത് ഹെർബിവോറസ് ആണ്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെയും കഴിക്കും, അതേപോലെ തന്നെ അതായത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ കഴിക്കുന്ന ജീവജാലങ്ങളെയാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ ടെർഷ്യറി കൺസ്യൂമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി കൺസ്യൂമേഴ്സിനെയും സെക്കൻഡറി കൺസ്യൂമേഴ്സിനെയും ഭക്ഷിക്കുന്നതായിട്ടുള്ള ജീവജാലങ്ങളെ ടെർഷ്യറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ഒരു ടോപ്പ് കാർണിവോറസിനെയാണ് അല്ലെങ്കിൽ അപ്പെക്സ് പ്രിഡേറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടെർഷ്യറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അപ്പെക്സ് പ്രിഡേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നാച്ചുറൽ ആയിട്ട് എനിമീസ് ഉണ്ടാവില്ല, നന്നായിട്ട് ഹണ്ട് ചെയ്യാൻ കഴിയുന്ന അനിമൽസിനെയാണ് നമ്മൾ അപ്പെക്സ് പ്രിഡേറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈമറി കൺസ്യൂമേഴ്സും സെക്കൻഡറി കൺസ്യൂമേഴ്സും ടെർഷ്യറി കൺസ്യൂമേഴ്സും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു ടേബിൾ നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം.
അപ്പോൾ എന്താണ് എക്കോസിസ്റ്റം എന്ന് നമ്മൾ പഠിച്ചു. അതൊരു ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കോമ്പണൻസ് തമ്മിലുള്ള ഒരു കോംപ്ലക്സ് സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് ആണെന്ന് പഠിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഈ എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്? അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷനാണ് എനർജി ഫ്ലോ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തത് ന്യൂട്രിയൻ സൈക്ലിംഗ് ആണ്. മൂന്നാമത്തത് എക്കോളജിക്കൽ സക്സഷൻ ആണ്. ആൻഡ് നാലാമത്തതാണ് ഫീഡ്ബാക്ക് കൺട്രോൾ മെക്കാനിസം അഥവാ ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് എക്സാമിന് കണ്ടിട്ടുള്ളത് എനർജി ഫ്ലോയും ന്യൂട്രിയൻ സൈക്ലിങ്ങും എക്കോളജിക്കൽ സക്സഷനും ആയതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. എനർജി ഫ്ലോ എന്ന് പറയുമ്പം സണ്ണാണ് ഇതിലെ പ്രധാനപ്പെട്ട എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സണ്ണിൻ്റെ എനർജി പ്രൊഡ്യൂസേഴ്സ് എടുക്കുകയും അത് പിന്നെ ഭക്ഷണമാക്കി മാറ്റുകയും ഈ ഭക്ഷണം കൺസ്യൂമേഴ്സിലേക്കും കൺസ്യൂമേഴ്സിൻ്റെ പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ ആൻഡ് ടെർഷറി കൺസ്യൂമറിലേക്കും വരികയും ചെയ്യുന്നതായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ എനർജി സൈക്കിൾ എന്ന് പറയുന്നത്. ഇതൊരു യൂണി ഡയറക്ഷനിലാണ്. എപ്പോഴും പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് പ്രൈമറി കൺസ്യൂമറിലേക്ക് സെക്കൻഡറി കൺസ്യൂമറിലേക്ക് അങ്ങനെ ഒന്ന് മാത്രമേ അതിനകത്ത് സംഭവിക്കുകയുള്ളൂ. ഒരിക്കലും ഇത് തിരിച്ച് പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത് യൂണി ഡയറക്ഷൻ ആൻഡ് നോൺ സൈക്ലിക് ആണ്. ഇതൊരു എക്സാമിന് ചോദിച്ചിരുന്നു. എനർജി ഫ്ലോ എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനിലാണ്, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചോദിച്ചിരുന്നു. സോ എനർജി ഫ്ലോ എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെയധികം യൂണി ഡയറക്ഷനിലാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്നതായിട്ടുള്ള ഓരോ ഓർഗാനിസംസും ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ഒരു പൊസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോഫിക് ലെവൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഓരോ വസ്തുക്കളും അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങളും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്കിതിനെ ഓരോ പൊസിഷനിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പൊസിഷനിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഫീച്ചറിനെയാണ് നമ്മൾ ട്രോഫിക് ലെവൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രോഫിക് ലെവൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ട്രോഫിക് ലെവലാണുള്ളത്. ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. എപ്പോഴും ഇത് തന്നെ ആയിരിക്കും, യാതൊരു വിധത്തിലുള്ള ചേഞ്ചും ഇതിനുണ്ടാവില്ല. സെക്കൻഡ് ട്രോഫിക് ലെവൽ പ്രൈമറി കൺസ്യൂമേഴ്സും, തേർഡ് ട്രോഫിക് ലെവൽ സെക്കൻഡറി കൺസ്യൂമേഴ്സും, ഫോർത്ത് ട്രോഫിക് ലെവലിൽ ടെർഷ്യറി കൺസ്യൂമേഴ്സും ആണ്. ദെൻ അത് കഴിഞ്ഞാൽ വരുന്നതാണ് അപ്പെക്സ് പ്രെഡേറ്റേഴ്സ് എന്ന് വിളിക്കുന്ന വിഭാഗം. അതായത് നാച്ചുറലി എനിമീസ് ഇല്ലാത്തതായ ഈഗിളും ലയണും ടൈഗറിനെയും പോലുള്ള ജീവജാലങ്ങളാണ് ഈ അപ്പെക്സ് പ്രെഡേറ്റേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ട്രോഫിക് ലെവലിൽ നിന്നും അടുത്ത ട്രോഫിക് ലെവലിലേക്ക് വെറും 10% ഓഫ് എനർജി മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ഈ തിയറിയാണ് ലിൻമാൻസ് 10% ലോ എന്ന് പറയുന്നത്. ഇത് ലിൻമാൻ 1942 ലിൻമാൻ ആണ് ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഓരോ ട്രോഫിക് ലെവലിൽ നിന്നും അതായത് ആദ്യത്തെ ട്രോഫിക് ലെവലിലേക്ക് കിട്ടുന്ന എനർജിയുടെ 10% മാത്രമാണ് സെക്കൻഡ് ട്രോഫിക് ലെവലിലേക്ക് കിട്ടുന്നത്. ഓക്കെ, സെക്കൻഡ് ട്രോഫിക് ലെവലിൽ നിന്നും വെറും 10% മാത്രമാണ് അടുത്ത ട്രോഫിക് ലെവലിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ എനർജിയുടെ വെറും 1%. ഓക്കെ, അവിടുന്ന് 10% വരുന്നു എന്നുള്ളതിനർത്ഥം 1% മാത്രമേ ആർക്ക് കിട്ടുന്നുള്ളൂ? കൺസ്യൂമേഴ്സിന് കിട്ടുന്നുള്ളൂ. കൺസ്യൂമേഴ്സിൻ്റെ 0. അതായത് നോക്കിക്കോളൂ, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൈമറി കൺസ്യൂമേഴ്സിൻ്റെ 10% സെക്കൻഡറി കൺസ്യൂമേഴ്സിന് കിട്ടും. ദാറ്റ് മീൻ 1%. ഓക്കെ, ദെൻ അതിൻ്റെയും 10%, 0.1% എനർജി മാത്രമാണ് ടെർഷ്യറി കൺസ്യൂമേഴ്സിന് കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓരോ ട്രോഫിക് ലെവലിൽ നിന്നും വെറും 10% എനർജി മാത്രമാണ് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു ലോയാണ് ലിൻഡർമാൻസ് 10% ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ട്രോഫിക് ലെവൽസിന് 3 കോൺസെപ്റ്റ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഒന്ന് ഫുഡ് ചെയിൻ, ഫുഡ് വെബ് ആൻഡ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്ന 3 കോൺസെപ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ഫുഡ് ചെയിൻ? ഈ 3 കോൺസെപ്റ്റും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ചാൾസ് എൽട്ടൺ ആണ്. ഈ 3 കോൺസെപ്റ്റും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത വ്യക്തി ചാൾസ് എൽട്ടൺ ആണ്. അപ്പോൾ എന്താണ് ഫുഡ് ചെയിൻ? ഫുഡ് ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് ഓർഗാനിസംസിൻ്റെ ഡിപ്പെൻഡൻസിനെ കാണിക്കുന്ന ഒന്നാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാസ് ഉണ്ട്, ആ ഗ്രാസിനെ റാബിറ്റ് കഴിക്കുന്നു, റാബിറ്റിനെ ഫോക്സ് കഴിക്കുന്നു. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള സെവറൽ ഫുഡ് ചെയിൻസ് ഇന്റർകണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായ ഒരു കോംപ്ലക്സ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് വളരെ
ലീനിയർ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള സീരീസ് ഓഫ് ഓർഗാനിസംസ് ആണ്. ഇതിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിനെയാണ് ഫുഡ് വെബ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അപ്പോൾ എന്താണ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്? എക്കോളജിക്കൽ പിരമിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്കോസിസ്റ്റത്തിനകത്തുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് എക്കോളജിക്കൽ പിരമിഡ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എക്കോളജിക്കൽ പിരമിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു എക്കോസിസ്റ്റത്തിനകത്തുള്ള ഓർഗാനിസംസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എക്കോളജിക്കൽ പിരമിഡ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ എക്കോളജിക്കൽ പിരമിഡ് 3 തരത്തിലുണ്ട്. ഒന്ന് പിരമിഡ് ഓഫ് നമ്പർ ഉണ്ട്, പിരമിഡ് ഓഫ് ബയോമാസ് ഉണ്ട്, പിരമിഡ് ഓഫ് എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ പിരമിഡ് ഓഫ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിരമിഡ് ഓഫ് എനർജിക്കകത്ത് ഓരോ ട്രോഫിക് ലെവൽ കഴിയും തോറും എനർജി ലെവൽ ഡിക്രീസ് ആവുന്നു എന്ന് പറയുന്നു. പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓർഗാനിസംസിൻ്റെയും വെയിറ്റിനെയാണ് നമ്മൾ ബയോമാസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള വീറ്റ് പ്ലാന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതൊരു 1 കിലോഗ്രാം വരുന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ ബയോമാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. ഇനി അതിൽ നിന്നും ഒരു 200 ഗ്രാംസ് ഇൻസെക്ട്സ് കഴിച്ചു എന്ന് വിചാരിക്കുക. ആ 200 ഗ്രാംസ് ആണ് ആ ഇൻസെക്ട്സിൻ്റെ ബയോമാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ബയോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും വെയിറ്റിനെയാണ് നമ്മൾ ബയോമാസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, എമൗണ്ട് ഓഫ് ബയോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിവിങ് ഓർ ഓർഗാനിക് മാറ്ററിനകത്തുള്ള ഓർഗാനിസംസിനകത്തുള്ള അതിൻ്റെ വെയിറ്റ് ആ പെർ യൂണിറ്റിൽ എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ എക്കോളജിക്കൽ ബയോമാസ് പിരമിഡ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ പിരമിഡ് ഓഫ് എനർജി അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. അതെന്താണ്? അപ്രൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് പിരമിഡും ഉണ്ട്. ഇതിൽ പിരമിഡ് ഓഫ് എനർജിയിലും അതുപോലെ തന്നെ നമ്പറിലും. പിരമിഡ് ഓഫ് നമ്പറിൽ അപ്വേർഡ് അപ്രൈറ്റും ഉണ്ട്, ഇൻവേർട്ടഡും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിന് നോക്കിയിട്ട് പോകേണ്ട ഒന്നാണ്. ദെൻ അതുപോലെ തന്നെ പിരമിഡ് ഓഫ് എനർജി ഞാൻ പറഞ്ഞു, ഓരോ ട്രോഫിക് ലെവൽ കഴിയും തോറും എനർജി ഡിക്രീസ് ചെയ്ത് വരികയാണ് അല്ലേ. പ്രൊഡ്യൂസേഴ്സിൻ്റെ 10% എനർജി മാത്രമാണ് പ്രൈമറി കൺസ്യൂമേഴ്സിന് കിട്ടുന്നത്. അവരുടെ 10% മാത്രമാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സിന് കിട്ടുന്നത്. സോ എനർജി ലെവൽ ഏറ്റവും ലാസ്റ്റ് ട്രോഫിക് ലെവൽ ആവുമ്പോഴത്തേക്കും 0.1% മാത്രമേ അവർക്ക് എനർജി കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പിരമിഡ് ഓഫ് ബയോമാസ് മുകളിലോട്ട് പോകും തോറും ബയോമാസ് ഡിക്രീസ് ചെയ്ത് വരും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ നമ്പേഴ്സും, അതായത് പിരമിഡ് ഓഫ് നമ്പേഴ്സും പോപ്പുലേഷൻ സൈസ് ഓരോ ട്രോഫിക് ലെവൽ കൂടുന്തോറും കുറഞ്ഞു വരും എന്നുള്ളതാണ് നമ്മുടെ പിരമിഡ് ഓഫ് നമ്പറിലും അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ഒന്നാണ്. ദെൻ അടുത്താണ് നമ്മുടെ ബയോജിയോ കെമിക്കൽ സൈക്കിൾസ്, ന്യൂട്രിയൻ സൈക്കിൾസ്. നമ്മൾ കുഞ്ഞുനാൾ മുതൽ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ന്യൂട്രിയൻ സൈക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂട്രിയൻ സൈക്കിൾസിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വാട്ടർ സൈക്കിളാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ വാട്ടർ സൈക്കിളിനകത്തുള്ള ഇവാപ്രേഷൻ എന്താണ്, ട്രാൻസ്പിരേഷൻ, കണ്ടൻസേഷൻ, സബ്ലിമേഷൻ, പ്രസിപ്പിറ്റേഷൻ, ഇൻഫിൽട്രേഷൻ, റൺ ഓഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടേമുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഡെഫിനീഷൻ സഹിതം പഠിച്ചു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഓക്സിജൻ സൈക്കിളിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് ഫോട്ടോസിന്തസിസ് എന്താണ്, റെസ്പിറേഷൻ എന്താണ്, കമ്പഷൻ എന്താണ്, ഫോട്ടോലിസിസ് എന്താണ്, ഡീകോമ്പോസിഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഓക്സിജൻ സൈക്കിളിനകത്ത് നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കണം. ദെൻ കാർബൺ സൈക്കിളിൽ നമ്മൾ പഠിക്കേണ്ടത് ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, ഡീകമ്പോസിഷൻ, ഫോസിൽ ഫ്യൂവൽ ഫോർമേഷൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നോക്കി വെക്കണം. ദെൻ അതുപോലെ തന്നെ ഫോസ്ഫറസ് സൈക്കിൾ. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് ആവില്ല, അത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൊഡ്യൂളിൻ്റെ എക്സ്പ്ലനേഷൻ ആവും. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സോ അതുപോലെ തന്നെ കൂടുതൽ മെറ്റീരിയൽസോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എനിക്ക് വാട്സപ്പ് മെസ്സേജോ കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ദെൻ ഫോസ്ഫറസ് സൈക്കിളാണ് വരുന്നത്. ഫോസ്ഫറസ് സൈക്കിളിൽ നമ്മൾ വെതറിങ്, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഡീകോമ്പോസിഷൻ, സെഡിമെൻറ്റേഷൻ ഇങ്ങനെയുള്ള ടേമുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ദെൻ സൾഫർ സൈക്കിൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് ഈ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് സൾഫർ ഓക്സിഡേഷൻ, അതുപോലെ തന്നെ സൾഫർ റിഡക്ഷൻ എന്താണ് തുടങ്ങിയ നെയിമുകൾ നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഇതിൽ ഓക്സിജൻ വാട്ടർ സൈക്കിൾ കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കിളാണ് നൈട്രജൻ സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഈ നൈട്രജൻ സൈക്കിളിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ
നൈട്രജൻ സൈക്കിളിനകത്ത് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ എന്താണ്, നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് എന്താണ്, ഓക്കെ, അതായത് നൈട്രജൻ ഫിക്സേഷൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നൈട്രിഫിക്കേഷൻ, അസിമിലേഷൻ, അതുപോലെ അമോണിഫിക്കേഷൻ, ഡെനിട്രിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും എന്താണ് എന്നുള്ളത് ഒരു എക്സാമ്പിൾ സഹിതം പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഈ നൈട്രജൻ സൈക്കിളും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇത്രയും ടേമുകൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ ക്ലിയർ ആവും. പിന്നെ ഇതിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. എക്കോളജിക്കൽ സക്സഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്കോളജിക്കൽ കമ്മ്യൂണിറ്റിയിൽ വളരെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരുന്നതിനെയാണ് നമ്മൾ എക്കോളജിക്കൽ സക്സഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, എക്കോളജിക്കൽ സക്സഷൻ എന്ന് വിളിക്കുന്നു. ഒരു എക്കോളജിക്കൽ കമ്മ്യൂണിറ്റിക്കകത്ത് കാലങ്ങൾ കുറേ കഴിയുന്ന സമയത്ത് വരുന്ന സീരീസ് ഓഫ് ചേഞ്ചസിനെയാണ് നമ്മൾ എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് ആദ്യമായിട്ട് കോളനൈസ് ചെയ്യുന്ന പ്ലാന്റ്സിനെ നമ്മൾ പയനിയർ കമ്മ്യൂണിറ്റി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി വളർന്ന് അതിൻ്റെ ഒരു ഏറ്റവും ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എത്തിക്കഴിയുമ്പം ഇതിനെ നമ്മൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓരോ സക്സഷൻ്റെ സമയത്തും റീപ്ലേസ് ചെയ്യപ്പെടുന്ന പ്ലാന്റ് കമ്മ്യൂണിറ്റിയെ നമ്മൾ സെറൽ കമ്മ്യൂണിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം എക്കോളജിക്കൽ സക്സഷനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാറുള്ളത്. പ്രൈമറി സക്സഷനും ഉണ്ട്, സെക്കൻഡറി സക്സഷനും ഉണ്ട്. ഓക്കെ, ആദ്യമായിട്ട് ന്യൂലി ഫോംഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഫസ്റ്റ് ടൈമാണ് ഇൻഹാബിറ്റൻസ് വരുന്നെങ്കിൽ അതിനെ നമ്മൾ പ്രൈമറി സക്സഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, അതായത് ഓൾറെഡി അവിടെ സോയിൽ ഒന്നും എക്സിസ്റ്റഡ് അല്ല, വെറും ബെയർ റോക്കോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യമായിട്ട് ഉണ്ടാവുക. ഇവിടെ ആദ്യമായിട്ട് എത്തുന്ന സ്പീഷീസ് വല്ല ലിച്ചൻസ് പോലുള്ള സാധനങ്ങളായിരിക്കും. ദെൻ വളരെ സ്ലോവർ ആൻഡ് 100 and thousands ഓഫ് ഇയേഴ്സ് എടുത്തിട്ടായിരിക്കും അവിടെ ഒരു കുഞ്ഞു പുല്ലോ മറ്റോ കാര്യങ്ങളോ വരുന്നുണ്ടാവുക. ഓക്കെ, അതായത് ഇപ്പം ഒരു വോൾക്കനോ അല്ലെങ്കിൽ ഒരു ഗ്ലേഷ്യൽ ഔട്ട്ബേസ്റ്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം അവിടെ ആദ്യം വരുന്നൊരു ചെടി, ഇതാണ് പ്രൈമറി സക്സഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി സെക്കൻഡറി സക്സഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈമറി സക്സഷൻ അറ്റൈൻ ചെയ്തൊരു സ്ഥലമാണ്, പക്ഷേ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് അവിടെ വന്നു, ലൈക്ക് ഇപ്പോൾ ഫോറസ്റ്റ് ഫയർ വന്നു എന്ന് വിചാരിക്കുക, അവിടുത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റും നഷ്ടപ്പെട്ടു, ഓക്കെ, ഡിസ്ട്രക്ട് ചെയ്യപ്പെട്ടു. ആ സ്ഥലത്ത് വീണ്ടും ഗ്രാസസ് ആൻഡ് ഹെർബ്സ് വരുന്ന ഒരു സിറ്റുവേഷനെയാണ് സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. ഈ ഇമേജിൽ അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്താണ് ബയോംസ്. ബയോംസ് എന്ന് പറയുമ്പം ഒരു ലാർജ് ജോഗ്രഫിക് ഏരിയ ആണ്. ഒരു ലാർജ് ജോഗ്രഫിക് ഏരിയ, ആ ഏരിയക്കകത്ത് വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആൻഡ് സ്പീഷീസ് ഉണ്ടാവുന്ന ഒരു ലാർജ് ജോഗ്രഫിക് ഏരിയസിനെയാണ് നമ്മൾ ബയോംസ് എന്ന് വിളിക്കുന്നത്. ഈ ബയോംസ് നമ്മൾ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജി.സി. ലിയോങ്ങിൻ്റെ പുസ്തകത്തിൽ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കൃത്യമായിട്ട് നോക്കി വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫോറസ്റ്റ് ബയോംസ് ഏതൊക്കെയാണ്, ഡെസേർട്ട് ബയോംസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നോളേജ് ഉണ്ടാവലും എക്സാമിന് സ്കോർ ചെയ്യുന്നതിന് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. പിന്നെ ഈ മേഖലയിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് എൻവയോൺമെൻറ്റൽ കൺവെൻഷൻസ് ആൻഡ് പ്രോട്ടോകോൾസ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പം നിങ്ങൾക്ക് ജസ്റ്റ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയൊരു ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഈ ടേബിൾ മാത്രമായിട്ട് നിങ്ങൾക്ക് മതിയാവില്ല. നിങ്ങൾ പകരം ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം, ഇത് എങ്ങനെയാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടതെന്നുള്ളത്. ഇപ്പം ഒരു റംസാർ കൺവെൻഷൻ ആണെന്ന് വിചാരിക്കുക. 1971 ഇറാനിലുള്ളൊരു സ്ഥലം, ഇറാനിലെ റംസാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു കൺവെൻഷൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ശരിക്കും വാട്ടർ ബൗൾ കൺവെൻഷൻ ആണ്. വാട്ടർ ബൗൾ കൺവെൻഷൻ എന്നാണ് ഇതിന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ചത് കൊണ്ട് ഇത് റംസാർ കൺവെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് പഠിക്കേണ്ട കാര്യം, ഈ റംസാർ കൺവെൻഷൻ്റെ അനന്തരഫലമായിട്ടാണ് വെറ്റ്ലാൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഈ വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് ഫെബ്രുവരി 2 വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. നിലവിൽ ലോകത്ത് എത്ര റംസാർ സൈറ്റ്സ് ഉണ്ട്, ഇന്ത്യയിൽ എത്ര റംസാർ സൈറ്റ്സ് ഉണ്ട്, ഇന്ത്യയിൽ ആദ്യം വന്ന റംസാർ സൈറ്റ് ഏതാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റംസാർ സൈറ്റ് ഏതാണ്, ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റ്സ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ദെൻ അതിനോടൊപ്പം തന്നെ ഈ സൈറ്റ്സ് പറയുമ്പം എന്താണ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നെയിം, കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ
ട്രേഡ് എൻഡാഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോണയാണ്. അതുപോലെ കുറേ CMS, അതുപോലെ UNFCC, UNCAD, CBD ഇങ്ങനെയുള്ള കുറേ ടേമുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. നിർബന്ധമായിട്ടും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കേണ്ടതാണ്, കാരണം എക്സാമിന് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ നോക്കേണ്ട ഒന്നാണ് എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. ഗ്ലോബൽ വാർമിംഗ് എന്താണ്, അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഗ്ലോബൽ വാർമിങ്ങിനെ സഹായിക്കുന്നതായിട്ടുള്ള ഗ്യാസസ് ഏതൊക്കെയാണ്, അതിൻ്റെ സോഴ്സസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കേണ്ടി വരും. അർബൻ ഹീറ്റ് ഐലൻഡ് അല്ലേ, അർബൻ ഹീറ്റ് ഐലൻഡ് അതിൻ്റെ സറൗണ്ടിങ്സിനെ അപേക്ഷിച്ച് അർബൻ ഏരിയയിൽ മാത്രം ടെമ്പറേച്ചർ കൂടി അത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു തെർമൽ ഫീച്ചറായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അർബൻ ഹീറ്റ് ഐലൻഡ് ആയിട്ട് മാറുന്നത്? ഇപ്പം കൺസ്ട്രക്ഷൻസ് കൂടുതലായതുകൊണ്ടായിരിക്കാം, വിൻഡിന് ഫ്ലോ ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ്. പിന്നെ പ്രൈമറി പൊല്യൂട്ടൻസ്, സെക്കൻഡറി പൊല്യൂട്ടൻസ്, എയർ പൊല്യൂഷൻ്റെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ്റെ കാര്യം പറയുന്ന സമയത്ത് വരുന്ന പ്രൈമറി പൊല്യൂട്ടൻസ് ഏതാണ്, സെക്കൻഡറി പൊല്യൂട്ടൻസ് ഏതാണ്, എന്താണ് ലാൻഡ് ഡീഗ്രഡേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ള നോളേജും നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം. ഓക്കെ, അപ്പം എൻവയോൺമെൻറ്റ് ജോഗ്രഫി എന്ന് പറയുന്നത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള, ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പം നിർബന്ധമായിട്ടും ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ള മേഖലകളെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഈ ക്ലാസ് കൊണ്ട് പറയാൻ വരുന്നത്, ഒരു എക്കോസിസ്റ്റം എങ്ങനെയാണോ അതിൻ്റെ എല്ലാ മേഖലകളെയും ബാലൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനും ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് UGC നെറ്റ് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കണം, റിവിഷൻ നിർബന്ധമായിട്ടും ചെയ്തുകൊണ്ടിരിക്കണം. ഈ 3 കാര്യങ്ങളും കറക്റ്റ് ആയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക, എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയുക. അപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മേഖലകൾ ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.